Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ Vivo X300 അതുപോലെ തന്നെ Vivo X300 Pro ലോഞ്ച് ആയെന്ന് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. സെയിൽസ് തുടങ്ങിയിട്ടില്ല എന്നുണ്ട്. ഡിസംബർ 10-ാം തീയതി 11-ാം സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി പ്രീ ബുക്കിംഗ് സംഭവമൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ പണ്ടത്തെ കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ല വന്നത്. അത് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് മാത്രമല്ല ആക്ച്വലി ഇപ്പോൾ Vivo X300 Pro 3X300 Proവും അതുപോലെ തന്നെ X300ഉം ഡിഫറൻസസ് കുറേ വന്നിട്ടുണ്ട്. ഇപ്പോൾ X300 എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര കോമ്പാക്ട് ഫോണായി. നമ്മുടെ സാധാരണ നമ്മുടെ ഇപ്പോൾ ഇപ്പോൾ മറ്റത് ഇപ്പോൾ X300 Pro എന്ന് പറയുന്നത് ഇത്രയും സൈസ് ഉണ്ടെങ്കിൽ ഈ സാധനം ഇപ്പോൾ ഇത്ര സൈസ് ആക്കി, അതായത് കോമ്പാക്ട് കുട്ടി ഫോൺ ആക്കി നമ്മുടെ X300നെ. അപ്പോൾ കുറേ പേർക്ക് ഇപ്പോൾ അതിലാണ് കുറേ പേര് നോട്ടം. അപ്പോൾ എനിക്ക് തന്നെ കുറേ പേര് വന്നിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റെഡ് കളർ എനിക്ക് ആക്ച്വലി റെഡ് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും സത്യം നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് 75,000, ഒരെണ്ണത്തിന് 1,10,000 രൂപയാണ്. അപ്പോൾ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. ഓവർ പ്രൈസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാൻ സത്യം പറഞ്ഞാൽ. പക്ഷേ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ചേഞ്ചസ് അതുപോലെ സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് സ്പെക്സും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. എന്നിട്ട് ആക്ച്വലി ഏതാണോ വാങ്ങിക്കേണ്ടത് ബെറ്റർ എന്ന് നോക്കി നോക്കാം നമുക്ക് കേട്ടോ. ഇതിൽ മെയിൻ എന്തായാലും നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് ക്യാമറയുടെ കാര്യം പറയാം. ക്യാമറ വരുന്നത് ആക്ച്വലി 50, 200 തന്നെയാണ്. ഇപ്പോൾ രണ്ടെണ്ണത്തിലും അങ്ങനെ തന്നെ വരുന്നത്. നമ്മുടെ പണ്ടത്തെ 200 സീരീസിൽ അങ്ങനെ ആയിരുന്നില്ല ഇരുന്നത്. നമ്മൾ അത് അതിൽ നോർമൽ X200 ഫുൾ 3 50 പിന്നെ മറ്റേൽ 50, 200 നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, അൺബോക്സിങ് സംഭവമൊക്കെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ക്യാമറ സെൻസേഴ്സിൻ്റെ അതിൻ്റെ അലൈൻമെൻറ്റ് ഡിഫറെൻ്റ് ആണെങ്കിലും പക്ഷേ എന്താ പറയുക മെഗാ പിക്സലൊക്കെ സെയിം ആണ്. അതായത് 50, 200 തന്നെയാണ് രണ്ടെണ്ണത്തിലും വരുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ആദ്യം തന്നെ X300ൻ്റെ കാര്യം പറയണം. അതായത് നമ്മുടെ കോമ്പാക്ട് കുട്ടി ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കതിൽ വൈഡ് ആംഗിൾ സെൻസർ വരുന്നത് 200 മെഗാ പിക്സലിൻ്റെയാണ്. അതുപോലെ തന്നെ ടെലിഫോട്ടോ ലെൻസ് വരുന്നത് 50 മെഗാ പിക്സലിൻ്റെയും നമ്മുടെ അൾട്രാ വൈഡ് സെൻസർ വരുന്നത് 50 മെഗാ പിക്സലിൻ്റെയാണ്. ഇപ്പോൾ X300 Proൻ്റെ കാര്യം പറയുമ്പോൾ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നത് 50 മെഗാ പിക്സലാണ്. മറ്റേതിൽ 200 ആയിരുന്നു. അതാണ് ഡിഫറൻസ് വരുന്നത്. പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് വരുന്നത് 200 മറ്റേത് നമുക്ക് നോർമൽ X300 ടെലിഫോട്ടോ 50 ആയിരുന്നു. ഇതിൽ 200. അപ്പോൾ സൂം ചെയ്താൽ ഇതാണ് ബെറ്റർ. 3.7x വരെ നമുക്ക് കിട്ടും. മറ്റേതിൽ 3x വരെ കിട്ടുള്ളൂ. അൾട്രാ വൈഡ് സെയിം ആണ്, 50 മെഗാ പിക്സൽ തന്നെയാണ്. ഓൾമോസ്റ്റ് സിമിലർ സെൻസർ തന്നെയാണ്. അൾട്രാ വൈഡ് സെയിം സെൻസർ തന്നെയാണ് കേട്ടോ. പിന്നെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സൈസാണ്. ക്യാമറ എന്താ പറയുക ഡിസ്പ്ലേ സൈസ്. ഒരെണ്ണം 6.78 ആണ് പ്രോ വെർഷൻ, ഒരെണ്ണം 6.3 ആണ്. അപ്പോൾ ഒരെണ്ണം കുട്ടി ഫോൺ ഓൾമോസ്റ്റ് സിമിലർ തന്നെ. നമ്മുടെ ഐഫോൺ ആയിക്കോട്ടെ, പിക്സൽ ആയിക്കോട്ടെ, സാംസങ് S25 ആയിക്കോട്ടെ, ഈ സെയിം സൈസ് തന്നെയാണ് നമ്മുടെ X300 വരുന്നത് കേട്ടോ. അപ്പോൾ അതാണ് മെയിൻ ഡിഫറൻസ് വന്നേക്കുന്നത്. ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ എന്ന് പറയുന്നത് 50 മെഗാ പിക്സലിന് രണ്ടെണ്ണത്തിലും വന്നേക്കുന്നത്. അതും സെയിം സെൻസർ തന്നെയാണ്. 200 mm വൈഡ് ആംഗിൾ ലെൻസ് തന്നെയാണ് രണ്ടും വന്നേക്കുന്നത്. HDR സപ്പോർട്ടും 4K സപ്പോർട്ടും രണ്ടിലും വന്നിട്ടുണ്ട്. പിന്നെ ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ബാറ്ററിയിലായിരിക്കും. ബാറ്ററി നമുക്ക് ഒരെണ്ണത്തിൽ നമ്മുടെ X300 വരുമ്പോൾ നമുക്ക് 6040 mAh ബാറ്ററിയാണ് വരുന്നത് ഗ്ലോബലി. പിന്നെ ഇപ്പോൾ മറ്റേൽ ഗ്ലോബലി വരുമ്പോൾ 6510 mAh വരുന്നുണ്ട്. ഒരു 5000 mAh കൂടുതൽ വരുന്നുണ്ട്. 90 വാട്ടിൻ്റെയാണ് രണ്ടും വയർഡ് ചാർജിങ് വരുന്നത്. 40 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം വരുന്നത്. പ്രൊസസ്സറും സംഭവങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ നമ്മുടെ ഇപ്പോൾ ആമസോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ആമസോൺ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വിവോ ഓഫർ ഉണ്ടല്ലോ ഇപ്പോൾ X300 ഇത് ആക്ച്വലി വെറുത്താണ്. ഇത് രണ്ടും എടുക്കുന്നത് വെറുത്താണോ എന്നാണ് ശരിക്കും സത്യം പറഞ്ഞാൽ. നമ്മുടെ X300 Proൻ്റെ ഒക്കെ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ അടക്കം പോയിട്ടും 1,00,000 മുകളിൽ തന്നെ ഫോണും കിട്ടുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. പണ്ടപ്പോൾ അങ്ങനെയല്ല. പണ്ട് ഞാനൊക്കെ X200 Pro വാങ്ങിച്ചത് 85,000, 86,000 രൂപയ്ക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷേ ഫ്രഷ് സാധനം. ഇത് പക്ഷേ അങ്ങനെ കിട്ടില്ല. ഇതിൽ നമുക്ക് വരുന്നത് 3 വേരിയൻ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ എന്താ പറയുക 16 GB 512 GB, 12 GB 512 GB, 12 GB 256 GB. ഇതിൻ്റെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആയിട്ടുള്ള 12 GB 256 GB 75,999 ആണ് പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ബോണസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആക്ച്വലി ഈ ഫോണുകളൊക്കെ നമുക്ക് ഓഫ്ലൈനിൽ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് എവിടെയാണ് നല്ല പ്രൈസ് കിട്ടുന്നത് അവിടെ നോക്കി വാങ്ങിക്കാം. 4 ഓഫറാണ് ഇപ്പോൾ ആമസോണിലൊക്കെ കാണിക്കുന്നത്. ICICI കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് 7,600 രൂപ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. ആക്സിസ് കാർഡിന് 7,600 രൂപ വരുന്നുണ്ട്. HDFC കാർഡിന് 7,500 രൂപ വരുന്നുണ്ട്. അപ്പോൾ എത്രയായി? ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക 70,000 രൂപ, 70,000 ഇവിടെ ജസ്റ്റ് താഴെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്നാലും ഭയങ്കര പ്രൈസ് കൂടുതലാണ്. ഇപ്പോൾ മറ്റേ ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രോൻ്റെ എടുത്തു കഴിഞ്ഞാലും X300 Pro എടുത്താലും എനിക്ക് ആക്ച്വലി പ്രൈസിങ് ഇവരെ തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. തീരെ ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര പ്രൈസ് കൂടിയിട്ടുണ്ട്. മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇതിൻ്റെ റാമിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ AI ചിപ്പിൻ്റെ ഒക്കെ ഭയങ്കര ഷോർട്ടേജുമാണ്. പ്രൈസും കൂടിയിട്ടുണ്ട്. 11,000 രൂപയാണ് നമുക്ക് ഇതിൽ ആക്ച്വലി 1,00,000 രൂപയ്ക്ക് കറക്റ്റ് കിട്ടും നമ്മുടെ 300 Pro ആണെങ്കിൽ ഇൻക്ലൂഡിങ് കാർഡ് ഡിസ്കൗണ്ട്. അപ്പോൾ അതായത്
11,000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ICICI, ആക്സിസ്, HDFC. പ്രൈസ് വരുന്നത് 1,10,000 രൂപയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപയ്ക്കാണ് സാധനം കിട്ടുന്നത്. കഴിഞ്ഞ കൊല്ലം 86 രൂപയ്ക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 14,000 രൂപ കൂടി, ഇൻക്ലൂഡിങ് കാർഡ് ഡിസ്കൗണ്ട്. അപ്പോൾ ഭയങ്കര പ്രൈസ് കൂടി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇത്രയും പ്രൈസ് കൂടിയിട്ട് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കണ്ടെന്ന് തന്നെയാണ് പറയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം ഫോൺ പറയുമ്പോൾ നല്ല ഫോൺ തന്നെയാണ്. അത് നമ്മൾ ഓൾറെഡി എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഇഷ്ടം ആൾക്കാർ വീഡിയോ ഉണ്ട് X200 Proൻ്റെയും X300 Proൻ്റെയും കമ്പാരിസൺ വീഡിയോ ഉണ്ട്. ഭയങ്കര ലിമിറ്റേഷൻ ആയിട്ടുള്ള, ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാമറ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി X200 Pro ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീരെ പറയില്ല നിങ്ങളത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രൈസ് കൂടി. നിങ്ങൾക്ക് ഇപ്പോൾ X200 Pro കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വാങ്ങിക്കായിരിക്കും നല്ലത്. എന്താ വെച്ചാൽ ഇത് തീരെ വെറുത്തല്ല പ്രൈസിന്, നമുക്ക് പ്രൈസും കൂടുതലാണ്. പുതിയൊരു ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ അല്ലാണ്ട് വലിയ ഡിസൈൻ ചേഞ്ചസ് ഒന്നും ഇല്ല, കളർ ചേഞ്ചസും ഉണ്ട്, അത്ര ഉള്ളൂ, അല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തായാലും പ്രോ വേർഷൻ എന്തായാലും എടുക്കുന്നില്ല, ഉറപ്പിച്ചു. ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. മറ്റത് നമുക്ക് കാർഡ് എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നോക്കാമെന്ന് വിചാരിക്കണം. എന്ന് വെച്ചാൽ പ്രൈസ് കുറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ സാധാരണ എക്സ്ട്രാ ഉണ്ടല്ലോ, നമ്മൾ ഇതിന് മുമ്പ് കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാകുന്ന പ്രോ വേർഷൻ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എടുത്തിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ കുട്ടി ഫോണാണല്ലോ, ഇപ്പോൾ കുട്ടി ഫോണുകളാണ് കുറച്ചുകൂടി ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ലത്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ മെയിൻ ഫോൺ എൻ്റെ ഈ നമ്മുടെ സാംസങ് ആണെങ്കിലും, പക്ഷേ നമ്മുടെ ഈ ടൈറ്റാനിയം ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഇത് ഉപയോഗിച്ചാൽ നമ്മളിപ്പോൾ ഈ കുട്ടി ഫോണൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഭയങ്കര, പ്രത്യേകിച്ച് പോക്കറ്റിലൊക്കെ വയ്ക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും പ്രോ നോക്കുന്നില്ല, ഉറപ്പിച്ചു. പക്ഷേ എന്തായാലും പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ പണ്ടത്തെ അത്ര പോലെയൊന്നും ഹൈപ്പ് സാധനത്തിന്, അതായത് ബുക്കിംഗ് വൈസ് ആയിക്കോട്ടെ, ഒന്നും കിട്ടിയില്ല. പ്രൈസ് കൂടിയ കാരണം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇത്രയും 1 ലക്ഷത്തിന് മുകളിലൊക്കെ കൊടുത്തിട്ട് വിവോ ഫോൺ വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് നിങ്ങൾ 1 ലക്ഷത്തിന് മുകളിൽ വിവോ വാങ്ങിച്ചാലും ഐഫോൺ വാങ്ങിച്ചാലും രണ്ടും വേസ്റ്റ് ഓഫ് മണി തന്നെയാണ്. എന്താ വെച്ചാൽ ഈ സാധനമൊക്കെ ഒരു 6 മാസം കഴിഞ്ഞ് ഇതിൻ്റെ പകുതി വില പോലും കിട്ടില്ല ഫോണുകളൊന്നും. പക്ഷേ റീസെൽ വാല്യൂ കമ്പയർ ചെയ്യുമ്പോൾ വിവോ നമ്മുടെ സാംസങ്ങിനായിട്ടൊക്കെ താഴെ തന്നെയാണ്. അത് വേറെ കാര്യം. ഐഫോൺ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നും ഇല്ല, എന്നാലും താഴെ തന്നെ ഡിമാൻഡ് കുറവാണ് വിവോനൊക്കെ. X300 സീരീസ് അല്ലെങ്കിൽ ഈ X സീരീസ് ഫോണുകൾക്ക് പിന്നെയും ഡിമാൻഡ് ഉണ്ടെന്ന് പറയാം. പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി ഇവരായിട്ട് കമ്പയർ പറയുമ്പോൾ നമ്പർ 1 സെല്ലിംഗ് ഫോൺ ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ. പക്ഷേ കമ്പാരിറ്റീവ്ലി നിങ്ങളിപ്പോൾ ഏത് വെബ്സൈറ്റിൽ ഇവിടെ പോയി നോക്കിക്കഴിഞ്ഞാലും ഐഫോൺസിൻ്റെയും സാംസങ്ങിൻ്റെയും റീസെൽ വാല്യൂ ഇല്ല ഇവർക്ക്, അല്ലെങ്കിൽ ഡിമാൻഡ് ഇല്ല. ഡിമാൻഡ് വളരെ കുറവാണ്. ഇപ്പോൾ നിങ്ങളൊരു ഫോൺ വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അറിയാം, ഡിഫറൻസ് അറിയാൻ പറ്റും. ഇപ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ ഫോൺ ഇപ്പോൾ ഔട്ട് ഓഫ് വാറണ്ടി ആയിട്ടുള്ള ഒരു ഫോണൊക്കെ നിങ്ങളിപ്പോൾ വിൽക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡും അതിൻ്റെ സെയിൽ പോണതും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളിതുപോലെ ഫോൺ വാങ്ങിച്ചിട്ട് കുറേ വിൽക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് ഫോൺ പൊട്ടയായിട്ട് നല്ല പറഞ്ഞു, ഫോൺ കിടിലം തന്നെയാണ്. അത് നിങ്ങൾ X200 Pro വാങ്ങിച്ചാലും കിടിലം തന്നെയാണ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ X200 Pro കിട്ടണമെങ്കിൽ അത് വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ പുതിയത് വാങ്ങിക്കാൻ പോകുന്നവരുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ഇത് തീരെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ വേർത്തൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് പ്രോ സീരീസ് എനിക്ക് തീരെ വേർത്തായിട്ട് തോന്നിയില്ല. പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. മറ്റേ അവർ ആദ്യം ഇനീഷ്യലായിട്ട് ഒരു ഫ്രീ കിറ്റ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിൽ കിട്ടുന്നത് ടെലിഫോട്ടോ കിറ്റാണ്. നമുക്കൊരു വേറൊരു ഫോട്ടോഗ്രാഫി കിട്ടുന്ന വേറെ സാധനം ദുബായിലൊക്കെ ഉണ്ട്. അതിലാകുമ്പോൾ നമുക്ക് നമ്മുടെ ക്യാമറ ബോഡി പോലെ സാധനമില്ല, അതൊക്കെ കിട്ടും. ഇതിലതൊന്നും ഇല്ല. ഇതിൽ ആ ലെൻസും ആ കേസും മാത്രമേ ഉള്ളൂ. അതും ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് 20,000 രൂപയ്ക്കാണ് ആ സാധനത്തിന്. ഭയങ്കര പ്രൈസ് കൂടി എന്താണോ. അപ്പോൾ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യാത്തൊരു പരിപാടിയാണ്. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ആക്ച്വലി 300 Proയും 300 ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ 300 എടുത്താലും മതി. ഇപ്പോൾ ഒരു നല്ലൊരു ഫോട്ടോഗ്രാഫി ഫോൺ വേണമെന്നുള്ളവർക്ക് എന്തായാലും എടുത്താലും മതി. പക്ഷേ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കോമ്പറ്റീഷൻസ് ഉണ്ട്. ഇപ്പോൾ ദുബായിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ഈ OnePlus 15 ഒന്നും ഇതല്ല. അതുപോലെ തന്നെ അവിടെ കുറേ ഫോൺ ഇറങ്ങിയിട്ടില്ല. iQ15 ഒന്നും ഇറങ്ങിയിട്ടില്ല അവിടെ. എന്താ വെച്ചാൽ അവർ ഓൾറെഡി IQ പറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. അപ്പോൾ ദുബായിൽ ഈ 15 സീരീസ് ഇറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ അവർക്ക് എന്താ പറയുക, ഇവിടെ ഈ റേഞ്ചിൽ അവർക്ക് ഓപ്ഷൻസ് കുറവാണ്. പക്ഷേ ഇന്ത്യയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കോമ്പറ്റീഷൻസ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങളിപ്പോൾ ഈ ബാക്കി എല്ലാ ഫോണുകളും ഇപ്പോൾ ഒപ്പോൻ്റെ ഫോണായാലും നല്ല ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ. ക്യാമറ നല്ല ഡീൽ തന്നെയാണ് വരുന്നത്. ഇതായാലും മെയിൻ ക്യാമറ തന്നെയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒപ്പോൻ്റെയും വിവോൻ്റെയും ഒരു ക്യാമറ കമ്പാരിസൺ നോക്കിയിട്ട് വേണമെങ്കിൽ എടുക്കാം. OnePlusഉം iQ15 എന്തായാലും ക്യാമറയിൽ ഈ എണ്ണത്തിനെയും അടുത്ത് കൂടെ ഒന്നും പോവില്ല. പക്ഷേ നമുക്ക് ആ റേഞ്ചിൽ കുറേ കോമ്പറ്റീഷൻസ് വരുന്നുണ്ട്, അതാണ് കുഴപ്പം. ഇതിൽ പിന്നെ നമുക്ക് ഡയമൻസിറ്റിയുടെ പ്രൊസസ്സറാണ് വരുന്നത്. മറ്റേ നമുക്ക് സ്നാപ്ഡ്രാഗൺ കിട്ടുമല്ലോ. അപ്പോൾ സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ നിങ്ങളൊരു പെർഫോമൻസ് ആണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെ ഈ സാധനത്തിൻ്റെ അടുത്ത് കൂടെ പോവില്ല. അടുത്ത് കൂടെ അല്ല, എന്തായാലും അതിൻ്റെ അടുത്തേക്ക് പെർഫോമൻസ് സൂപ്പർ തന്നെയാണ് ഇതിൻ്റെ ലേറ്റസ്റ്റിൻ്റെ 9500. പക്ഷേ എന്നാലും 88 Gen 5 അടുത്ത് എത്തില്ല എന്ന് മാത്രം. അപ്പോൾ അതാണല്ലോ പെർഫോമൻസിൻ്റെ ടോപ്പ് വരുന്നത്. അതുകൊണ്ട് പറഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ ഒരു ജസ്റ്റ് വെറുതെ. എന്തായാലും ഇത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 10-ാം തീയതി തന്നെയാണ് കേട്ടോ. അപ്പോൾ
ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ TWS കിട്ടുന്നുണ്ട്, അതല്ലാണ്ട് വേറെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.